എൻ്റെ പേര് സുകുമാരൻ. ഇത് ദുർഗാ ഭഗവതി മുനീശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഇത് പാലക്കാട് നിന്നും ഏകദേശം 7 കിലോമീറ്റർ ദൂരപരിധിയാണുള്ളത്. ഈ സ്ഥലത്തിൻ്റെ പേര് താഴെ മുരളി. ദുർഗാ ഭഗവതി മുനീശ്വര ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഇതിലെ പ്രതിഷ്ഠകൾ ഒന്ന് ദുർഗ, മുനീശ്വരൻ, ഗുരു നാഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പൂർവികമായിട്ട് ആറ്റുകാൽ മനക്കാർ അതായിട്ട് ഏകദേശം 400 വർഷങ്ങൾക്ക് പഴക്കമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരാണ് അത് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ശേഷം ഞങ്ങളുടെ മുതുമുത്തച്ഛന്മാരായിട്ടുള്ള ആൾക്കാർ കൊണ്ടാടി വന്നതാണ്. അത് ഏകദേശം 40 വർഷങ്ങൾക്ക് ശേഷം, ആദ്യം 40 വർഷങ്ങൾക്ക് മുമ്പ് ഉത്തമ പൂജ ചെയ്തു വന്നത് അറിയാതെ അധർമ്മ പൂജ ചെയ്ത് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താമ്പൂല പ്രശ്നം വെച്ച് വീണ്ടും ഉത്തമ പൂജയിലേക്ക് കൊണ്ടുവരികയും, പണ്ട് കാവ് ശിഷ്ടമായിരുന്ന സ്ഥിതിയായിരുന്നു, കാവായിരുന്നു. അതിൽ ഏകദേശം 6 സെന്റ് സ്ഥലം ഈ സ്ഥലോടമ കാശ്മണി എന്നവർ, അവരുടെ മകനാണ് രാജേന്ദ്രൻ, അവര് ഇത് വിട്ടു തന്നു, ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് വിട്ടു തന്നു. അന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച് ഈ കാവ് ശിഷ്ടം മാറി, അന്ന് സങ്കല്പ പ്രതിഷ്ഠ ആയിരുന്നു. സങ്കല്പ പ്രതിഷ്ഠ കരിങ്കല്ല് വെച്ച് ഓരോ പ്രതിഷ്ഠ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷ്ഠകളായിരുന്നു. പിന്നീട് അത് വിഗ്രഹ പ്രതിഷ്ഠയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ അടുത്തായിട്ട് ക്ഷേത്രങ്ങളൊന്നുമില്ല. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ 6 കിലോമീറ്ററൊക്കെ വ്യത്യാസമാണ് ഓരോ ക്ഷേത്രങ്ങളിൽ. അപ്പം നമുക്കിവിടെ ഒരു ക്ഷേത്രം പണിയാമെന്നുള്ള ആലോചിക്കുകയും അത് ദേശവാസികളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം ആരായുകയും എല്ലാ ദേശവാസികളും ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ തന്നെ നമുക്ക് ക്ഷേത്രം നിർമ്മിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ തയ്യാറായത്. ഇങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ വന്നു. ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നമ്മൾ നിർമ്മിച്ചതിന് ശേഷം ഈ ക്ഷേത്രത്തിൻ്റെ കാര്യപരിപാടികളെന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി വർഷത്തിൽ ആദ്യം വരുന്നത് വിഷുവേലയാണ്. വിഷു കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച വിഷുവേലയും, തുടർന്ന് മകനക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും, തുടർന്ന് കർക്കിടക മാസത്തിൽ 30 ദിവസം രാമായണ പാരായണവും, തുടർന്ന് നവരാത്രി 9 ദിവസം നവരാത്രി പൂജയും, മണ്ഡലപൂജ 41 ദിവസം മണ്ഡല പൂജ ആചരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യപരിപാടി. പിന്നെ ഓരോ മലയാള മാസം 1-ാം തീയതി ഗണപതി ഹോമം, മഹാഗണപതി ഹോമം സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നാഗങ്ങൾക്ക് ആയില്യം പൂജ, എല്ലാ മാസവും ആയില്യം പൂജ നടന്നു വരുന്നു. പറഞ്ഞത് ഈ ഫോട്ടോത്തിൽ കാണുന്ന കാവാണ് പൂർവികമായിട്ടുള്ളത്. ഈ ശിഷ്ടത്തിൽ നിന്നാണ് നമ്മൾ ദേശവാസികളുടെ സഹായ സഹകരണത്തോടു കൂടി ഇന്ന് ക്ഷേത്രമായിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഹരി ഓം. ദുർഗാമുനീശ്വര ക്ഷേത്രത്തിൽ ഒരു മാതൃസമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ 50-ൽ കൂടുതൽ ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ എല്ലാ ചൊവ്വയും വെള്ളിയും സഹസ്രനാമങ്ങൾ ജപിക്കാറുണ്ട്. പിന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതി ദേവി മാഹാത്മ്യ പാരായണം നടത്താറുണ്ട്. പിന്നെ എല്ലാ 30 ചൊവ്വാഴ്ചയും സർവൈശ്വര്യ വിളക്ക് പൂജ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. പിന്നെ കർക്കിടക മാസത്തിൽ 31 രാമായണ പാരായണം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. പിന്നെ കഞ്ഞി പാർച്ചയുണ്ട്. പിന്നെ ഇവിടെ ബാലഗോകുലം രൂപീകരിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികളുടെ. അവരെ ഗീത പഠിപ്പിക്കുന്നു, ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലാൻ പഠിപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഭജന ഗ്രൂപ്പ്, ബാലഗോകുലത്തിൻ്റെ ഒരു ഭജന ഗ്രൂപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും ഉന്നതിയിലേക്ക് എത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.
ദാമോദര ശർമാജിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ പൂജാരി. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നിത്യബ്രഹ്മചാരിയാണ്, നിത്യസന്യാസിയാണ്. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ജീവിതം തന്നെ ഈ മേഖലയിലേക്ക്, ഈശ്വര മേഖല, ക്ഷേത്ര സംസ്കാരത്തിലേക്കും അതുപോലെ തന്നെ സംസ്കൃത ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഉപദേശങ്ങൾ, പാരായണങ്ങൾ എല്ലാം നടത്തുന്നത് നമ്മുടെ സ്വാമിജിയാണ്. ഈ ക്ഷേത്രത്തിന് വന്ന ഒരു ഐശ്വര്യവും ഞങ്ങളുടെയൊക്കെ അനുഗ്രഹവും കൂടിയാണ്. ഹരി ഓം, നമസ്തേ. ദാമോദരൻ ശർമ്മ, ദയാനന്ദ ആശ്രമം, ദയാനന്ദ തപോവനം, കോങ്ങാട് ചെറായിലുള്ള ആശ്രമത്തിലെ ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. സന്യാസി അല്ല, ശാസ്ത്ര വിദ്യാർത്ഥിയാണ്, ശാസ്ത്ര പ്രചാരകനാണ്. അതല്ലാതെ തന്നെ വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം എന്ന മഹത്തായ ഒരു ഭാഷാ പ്രചരണ പ്രസ്ഥാനത്തിലെ ജില്ലാതല പ്രവർത്തകനാണ്. ഈ നാട്ടുകാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും ആശീർവാദം കൊണ്ടൊക്കെ നമുക്ക് ഈ മുരളീദേശത്തുള്ള ദുർഗാമുനീശ്വരൻ ക്ഷേത്രത്തിലെ പൂജ ചെയ്യാനുള്ള, ഭഗവതിയെ സേവിക്കാനുള്ള, ഈ നാട്ടുകാരെ സേവിക്കാനുള്ള ഒരവസരം കിട്ടിയതനുസരിച്ച് ഇപ്പോൾ വന്നിട്ട് ഏറെക്കുറെ ഒരു 1.5 വർഷം ആവുന്നു ചെയ്തതാണ്. ഒരു പൂജകൻ എന്നതിനേക്കാൾ ഉപരി പൊതുപ്രവർത്തനം കൂടിയാണ്. സംസ്കൃത ഭാഷാ പ്രചാരണമുണ്ട്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പൂജാവിധാനങ്ങൾ നമ്മൾ പറയുന്ന തമിഴ് ആചാരപ്രകാരം എന്ന് പറയുന്നതായിട്ടുള്ള ആഗമ രീതിയിലുള്ള പൂജാവിധാനമാണ് അവിടെ ഉള്ളത്. അതനുസരിച്ചാണ് ഈ ഇവിടുത്തെയുള്ള പൂജാവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും തന്നെ എല്ലാ വിശേഷ ദിവസങ്ങളും നമ്മളിവിടെ ആഘോഷിക്കാറുണ്ട്. എല്ലാ മാസത്തിലും 30 ചൊവ്വാഴ്ച ഇവിടെയുള്ള ഈ അമ്മമാരൊക്കെ കൂടി നടത്തുന്നതായിട്ടുള്ള
ഐശ്വര്യ വിളക്ക് പൂജ നടത്താറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഈ അമ്മമാരുടെ നേതൃത്വത്തിൽ തന്നെ നാമജപം, സഹസ്രനാമജപം നടക്കുകയും അതിനോടൊപ്പം തന്നെ പുതിയ തലമുറകളെ അവർ പഠിപ്പിച്ച് വാർത്തെടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യുന്നുണ്ട്.